إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായിട്ടുള്ള വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പുലർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വീണ്ടും ഒരു ഖുതുബ നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ പെരുന്നാൾ ഖുതുബ കേട്ട് ഇരിക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഒരു ജുമാ ദിവസം വന്നപ്പോൾ വീണ്ടും ഒരു ഖുതുബ കേൾക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാൾക്ക്, ചെറിയ പെരുന്നാൾക്ക് അത് രണ്ടും ഒരു ദിവസമായിരുന്നു. എങ്ങനെയാണെങ്കിലും ശരി, ഇതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിക്കൊണ്ടും അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പരീക്ഷണമായിക്കൊണ്ടും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മളൊക്കെ യാത്രകൾ പോകാനും ടൂറുകളൊക്കെ പ്ലാൻ ചെയ്യാനും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ പെരുന്നാൾ ദിവസങ്ങളിലായിരിക്കും. ഒരു വേള ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ യാത്ര നമുക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തഖ്വ കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളുകളാണ് സ്വഹാബിമാർ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സ്വഹാബിമാർ ഇസ്ലാം സ്വീകരിക്കുന്നത് എങ്ങനെയായിട്ടായിരിക്കുമെന്ന് വെച്ചാൽ നമുക്കൊരു 3 രൂപത്തിൽ നമുക്കത് കണക്കാക്കാൻ സാധിക്കും. ഒന്നാമത്തത്, പല ആളുകളും പല സ്വഹാബിമാരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് നിന്ന് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ഫലമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ വന്ന് സംസാരിച്ച് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഉണ്ടായിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലെയുള്ള
ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകൾ. അങ്ങനെയാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ മറ്റു ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു സഹാബിയുടെ ക്ഷണപ്രകാരമായിരിക്കാം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ക്ഷണിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ടാകും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഇപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ, അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മദീനയിൽ എവിടെയോ അല്ലെങ്കിൽ മക്കയിൽ എവിടെയോ ഒരു പ്രവാചകൻ ജനിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് കേട്ടുകൊണ്ട്, ആരൊക്കെയോ കേട്ടുകൊണ്ട് അതിന്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്വഹാബിയുടെ ഒരു മുഴുനീള ചരിത്രമാണ്. ഈ സ്വഹാബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള വേദങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ വേണ്ടി അന്വേഷിച്ചു പിടിച്ച് വർഷങ്ങളോളം യാത്ര ചെയ്ത് മദീനയിലെത്തിയിട്ട് പ്രവാചകനെ കണ്ട് അത് പ്രവാചകൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുള്ള അറിവുകളിലൂടെ അദ്ദേഹം ആ പ്രവാചകനെ തിരിച്ചറിഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു സഹാബി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സഹാബിയാണ്. അദ്ദേഹമാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ആ ഒരു ചരിത്രം വളരെ ചുരുങ്ങിയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പാഠങ്ങൾ അത് ഉൾക്കൊള്ളാനും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഒരു കുത്തുബയിലൂടെ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ നാമം പോലും സൽമാൻ എന്നല്ല. അദ്ദേഹം ഫാരിസിക്കാരനാണ്. ഫാരിസി എന്ന് പറഞ്ഞാൽ സൽമാൻ ദ പേർഷ്യൻ എന്നാണ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം. അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു. അതായത് ഇന്നത്തെ ഇറാഖ്, ഇറാനൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ്. അദ്ദേഹം ഒരു പേർഷ്യക്കാരനായിരുന്നു. അദ്ദേഹം ഒരു മജൂസി ആരാധകനായിരുന്നു, മജൂസി മതക്കാരനായിരുന്നു. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നിയെ ആരാധിക്കുന്ന ആളുകൾ എന്നാണ് പൊതുവെ നമ്മൾ പറയാറുണ്ടെങ്കിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അഗ്നിയെ എങ്ങനെ നമ്മൾ പറയാം, അഗ്നിക്ക് അത്രയേറെ, തീയിന് അത്രയേറെ പ്രാധാന്യം നൽകുന്ന ഒരു മതവിഭാഗമാണ് ഇവർ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവരുടെ ദേവാലയങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരിക്കലും അണഞ്ഞു പോകാത്ത തീനാളങ്ങൾ ഇങ്ങനെ കത്തിച്ചു വെക്കുന്ന അത്തരത്തിലുള്ള ദേവാലയങ്ങളുണ്ടാവും. തീ ഫുൾ ടൈം ഉണ്ടായിരുന്നു, ഒരിക്കലും കെട്ടുപോകില്ല. ഒരു പുതിയ ഒരു ദേവാലയം നിർമ്മിക്കണമെങ്കിൽ പോലും നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയത്തിലുള്ള തീ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് അവർ പുതിയൊരു ദേവാലയം പോലും അവർ നിർമ്മിക്കാം. അത്രയേറെ പ്രാധാന്യമുണ്ട് നൽകുന്ന ഒരു വിഭാഗം. ഈ വിഭാഗത്തിലെ ഒരു പുരോഹിതനായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് എന്നുള്ളതാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിലെ തീ കെടാതെ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. മകനെ ഒരുപാടേറെ സ്നേഹിക്കുന്ന ഒരു പിതാവ്, അധികം പുറത്തേക്കൊന്നും പറഞ്ഞേക്കാതെ മകനെ ഈ ആരാധനാകർമ്മങ്ങളിലൊക്കെ സഹായിയായി നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടുപോരുന്ന ഒരു പിതാവ്. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രമാണിമാരായുള്ള ഒരാളായിരുന്നു, അതിസമ്പന്നനായിരുന്നു. ഈ സമയത്താണ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ദേവാലയം കാണുകയാണ്, ഒരു ക്രിസ്ത്യൻ പള്ളി കാണുകയാണ്. അവിടെ നിന്നും എന്തോ ചില വചനങ്ങൾ ഇങ്ങനെ കേട്ടുന്നാണ്. ആ വചനങ്ങൾ ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹം കേട്ടിട്ടുള്ള വചനങ്ങൾ എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ബൈബിൾ പുതിയ നിയമം എന്നും അതിന്റെ പഴയ നിയമം എന്ന രീതിയിൽ ക്രിസ്ത്യൻസിനെ പരിചയപ്പെടുത്തുന്ന തൗറാത്ത് അല്ലെങ്കിൽ തോറയും അതിന്റെയും മുമ്പുണ്ടായിട്ടുള്ള ഒരു വേദഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥമുണ്ട്, സബൂറാണ്. സബൂർ കുറെ കാവ്യങ്ങളായിരുന്നു, പാട്ടുകളായിരുന്നു. ഈ പാട്ട്, ഇത്തരത്തിലുള്ള സബൂറിന്റെ വചനങ്ങളെയാണ് പലപ്പോഴും സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനമാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. അദ്ദേഹം അതിൽ അതിയായിട്ട് ആകർഷണനായെന്ന് മാത്രമല്ല, അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയും എന്നിട്ട് ദീർഘനേരം ആ പള്ളിയിൽ കണ്ട, ആ ക്രിസ്ത്യൻ ദേവാലയത്തിൽ കണ്ട പണ്ഡിതരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു എന്നുമാണ്. സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിൽ പോയിട്ട് പിതാവിനോട് തങ്ങളുടെ മതം തെറ്റാണ് എന്നും
ഞാൻ ഇന്ന് ഒരു പുതിയ മതത്തെക്കുറിച്ച് കേൾക്കുകയും ആ മതത്തിലുള്ള ചില വചനങ്ങൾ ഞാൻ കേൾക്കുകയും അതിൽ ഞാൻ ആകർഷനായിട്ടുണ്ട് എന്ന് പറയുകയും എന്നിട്ട് നമുക്ക് ആ മതം സ്വീകരിക്കാം പിതാവേ ഉപ്പ എന്ന് പറയുന്ന വേളയിൽ ഉപ്പ അതിന് തയ്യാറാവണില്ല. അദ്ദേഹത്തെ അവിടെ ആ പിതാവ് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കുകയാണ്, പുറത്തേക്ക് വിടുന്നില്ല. കാരണം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ആ മതം ഉപേക്ഷിക്കുമെന്ന് പോലും അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ദൃഢനിശ്ചയം കണ്ടിട്ട് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അബദ്ധമാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പിതാവ് അദ്ദേഹത്തെ വീട്ടിൽ അടച്ചു വെക്കുകയാണ്. പക്ഷെ ഒരു സുഹൃത്ത് മുഖാന്തരം അദ്ദേഹം ആ ദേവാലയത്തിലുള്ള പണ്ഡിതനുമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ആശയ സംവാദം നടത്തുകയും അതിനുശേഷം ഇതിനെക്കുറിച്ച് ക്രിസ്തു മതത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ആ പുരോഹിതനോട് ഒരിക്കൽ ചോദിച്ചു അത്രേ, നിങ്ങളുടെ അസ്ല്, നിങ്ങളുടെ അടിത്തറ എവിടെയാണ് എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് സിറിയയിൽ നിന്നാണ്. സിറിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ പലസ്തീനെ കയറിയുള്ള ഷാം എന്നാണ് പല ചരിത്രത്തിലൊക്കെ കാണുന്നത്. സിറിയയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് അങ്ങോട്ട് പോവുകയും എന്നിട്ട് നിങ്ങളുടെ മതത്തെക്കുറിച്ച് എനിക്ക് ദീർഘമായിട്ട് പഠിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഏതെങ്കിലുമൊക്കെ യാത്രാ സംഘം വരുന്ന വേളയിൽ താങ്കൾക്ക് ഞാൻ അവരുടെ കൂടെ അയച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ട് ഈ കൂട്ടുകാരൻ മുഖാന്തരം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ഈ സിറിയയിലേക്ക് ഒരു യാത്രാ സംഘം വന്നപ്പോൾ അവരുടെ കൂടെ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് ഈ സിറിയയിലേക്ക് അദ്ദേഹം യാത്ര പോവാണ്. അങ്ങനെ സിറിയയിൽ പോയിട്ട് അവിടെയുള്ള അദ്ദേഹം അന്വേഷിക്കുന്നത് നിങ്ങളുടെ മതത്തിലുള്ള ക്രിസ്തു മതത്തിൽപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ് എന്നാണ്. സിറിയയിൽ എത്തിയിട്ട് അദ്ദേഹം അത് ചോദിക്കുകയും അദ്ദേഹത്തിന് ഒരു പണ്ഡിതനെ പരിചയപ്പെടാൻ പറ്റുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം അയാൾ സ്വീകരിക്കുകയും സൽമാൻ ഫാരിസി റഹ്മാനെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അബദ്ധവശാൽ സൽമാൻ ഫാരിസി റഹ്മാനെ എത്തിപ്പെട്ടത് ഒരു വളരെയധികം നികൃഷ്ടനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഒരു പണ്ഡിതന്റെ അടുത്തായിരുന്നു എന്നും അയാൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ധാരാളം പൈസ സമ്പാദിക്കുന്ന ഒരാളാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പക്ഷെ എങ്കിലും മതത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഈ പറഞ്ഞ ക്രിസ്തു മതത്തിൽ ആകർഷണമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വ്യക്തമായ ആഗ്രഹം കൊണ്ട് മാത്രം അദ്ദേഹം അവിടെ തന്നെ കടിച്ചു തൂങ്ങി അങ്ങനെ നിന്നതാണ്. അങ്ങനെ നിന്നതിന് ശേഷം ഇയാൾ മരണപ്പെട്ടു പോയതിനു ശേഷം ഇയാളുടെ ഈ സ്വഭാവ കാര്യങ്ങളൊക്കെ സൽമാൻ ഫാരിസി റഹ്മാൻ ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങ് പരസ്യപ്പെടുത്തിയത് മാത്രമല്ല, ഇയാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇയാൾ സമ്പാദിച്ചു വെച്ചിരുന്ന അത്രയും സമ്പത്ത് കുഴിച്ചിട്ടിരുന്ന സ്ഥലം പോലും സൽമാൻ ഫാരിസി റഹ്മാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ജനങ്ങൾക്കും ഒരു അല്പം ബോധമുണ്ടായി. ഇനി ഇതിനു ശേഷം ആരെ ഒരു പണ്ഡിതനായിട്ട് ഒരു പുരോഹിതനായിട്ട് തെരഞ്ഞെടുക്കും എന്ന ചോദ്യത്തിന് അവർ യാതൊരു തരത്തിലുള്ള ഈ ഒരു അബദ്ധവും സംഭവിക്കരുത് എന്ന രീതിയിൽ ആ നാട്ടിലെ തന്നെ ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനെ അതിനുശേഷമുള്ള ഒരു പുരോഹിതനായിട്ട് നിശ്ചയിക്കുകയും ദേവാലയത്തിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ സൽമാൻ ഫാരിസി റഹ്മാൻ പിന്നീട് രണ്ടാമതായിട്ട് ഈ ഒരു പണ്ഡിതന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു പണ്ഡിതന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊരു സുദീർഘമായ ഒരു ഹദീസാണ് കേട്ടോ. ഇത് വെറുതെ ചരിത്രം പറഞ്ഞു പോകുന്നത് പോലെ ഏതെങ്കിലും എവിടെയെങ്കിലൊക്കെ രേഖപ്പെടുത്തി വെച്ചുള്ള ചരിത്രമൊന്നല്ല. ഇത് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കേട്ടു എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയും അഹ്മദിന്റെ കിതാബിൽ അഹ്മദ് റളിയല്ലാഹുവിന്റെ കിതാബിൽ വളരെ സുദീർഘമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. അപ്പൊ ഇതിൽ വ്യക്തമായിട്ടുള്ള സത്യം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന ആരുമല്ല, അദ്ദേഹം തന്നെയാണ് തന്റെ ചരിത്രം ഇന്നതാണ് എന്ന് എന്ത് ചെയ്യുന്നത് നമുക്കിത് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഈ രണ്ടാമത്തെ പണ്ഡിതന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാൻ ആ പണ്ഡിതനിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ലഭിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ പണ്ഡിതന് വയസ്സായിട്ട് ഒരു വാർദ്ധക്യ സമയത്ത് എത്തുമ്പോഴും സൽമാൻ ഫാരിസി റഹ്മാനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുകയാണ്. കാരണം ഞാൻ ഇത്രയും കാലം പഠിച്ചതൊന്നും ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല, പരിപൂർണമായിട്ടില്ല. യഥാർത്ഥ ദൈവത്തിന്റെ സത്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണോ എന്ന് അദ്ദേഹത്തിന് വീണ്ടും സംശയം തോന്നുമ്പോൾ ഈ മരണാസന്നയിൽ കിടക്കുന്ന ഈ ഒരു പണ്ഡിതനാണ് അദ്ദേഹം ചോദിക്കുന്നത്, എനിക്കിനിയും എന്തൊക്കെയോ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഇനി ഞാൻ എങ്ങോട്ട് പോകുമെന്നാണ്. അതിന് അദ്ദേഹം മറുപടി പറയുന്നത്, ഇന്ന സ്ഥലത്ത് മറ്റൊരു പണ്ഡിതനുണ്ട്, താങ്കൾ എന്റെ മരണശേഷം ആ പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് ശിഷ്യത്വം സ്വീകരിക്കുക. അങ്ങനെ അദ്ദേഹം ഒരു ഹദീസിൽ പറയുന്നത് 6ഓളം പണ്ഡിതന്മാരുടെ കീഴിൽ ദീർഘമായി പഠിച്ചു എന്നും മറ്റൊരു ഹദീസിൽ പറയുന്നത് 12ഓളം പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം നിന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ
ക്രിസ്തു മതത്തെ കുറിച്ച് അദ്ദേഹം സുദീർഘമായിട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അവസാനത്തെ ഒരു പണ്ഡിതൻ, അവിടെയാണ് നമ്മുടെ ഒരു കാതലായിട്ടൊരു പോയിന്റ് ഇരിക്കുന്നത്. അവസാനത്തെ ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് എത്തി. ആ പണ്ഡിതനും ഇതേ രൂപത്തിൽ തന്നെ മരണാസന്നനായിട്ടുള്ള ഒരു വേളയില് ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിപൂർണമായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞൊരു മറുപടി, ഇനി ഈ ഒരു മതം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ക്രിസ്തുമതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പണ്ഡിതനെ ഈ നാട്ടിൽ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. കാരണം അത്തരത്തിൽ യഥാർത്ഥ മതവും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളും ഈ നാട്ടിൽ ഇനി കാണാൻ സാധിക്കില്ല. അത്തരമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് തന്നെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മതങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന ഒരു മതമാണ് ക്രിസ്തുമതം. അപ്പൊ ഈ ക്രിസ്തുമതത്തിൽ അന്നും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറയുന്നത്? കാരണം അന്ന് യൂറോപ്പുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് റോമിന്റെയും പേർഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. ഇതിൽ റോമക്കാർ മുഴുവനായിട്ട് ക്രിസ്ത്യാനികളാണ്. പക്ഷെ എന്നിട്ട് പോലും ആ യൂറോപ്പിലേക്ക് പോകാൻ, സിറിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ക്രിസ്തുമതം നിങ്ങൾ പഠിച്ചുകൊള്ളൂ എന്ന് എന്ത് ചെയ്യുന്നില്ല, ഈ പണ്ഡിതൻ പറയുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ക്രിസ്തുമതം എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ത്രിയേകത്വമൊക്കെ നിലനിൽക്കുന്ന ഒരു പുതിയ ഒരു മതമായിരുന്നു. അതിന് പാരമ്പര്യ ക്രിസ്തുമതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതുകൊണ്ടാണ് സൽമാൻ ഫാരിസി എന്ത് ചെയ്തത്, ഇദ്ദേഹം യൂറോപ്പിലേക്ക് പറഞ്ഞയക്കാതിരുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത്, അപ്പൊ ഇത് കേട്ടപ്പോ ഇനി എങ്ങോട്ടും പോയിട്ട് കാര്യമില്ല എന്ന് കേൾക്കുന്ന സമയത്ത് സൽമാൻ ഫാരിസി അതിയായിട്ട് വിഷമം വരികയാണ്, സങ്കടം വരികയാണ്. ഇനി എന്ത് ചെയ്യും? കാരണം സ്വന്തം ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ മനുഷ്യന് 20 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ. പിതാവിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്, കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അതിയായിട്ടുള്ള സമ്പത്ത് അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിലേക്ക് ജീവിച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള സകലമാന സ്വത്തും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ മതം പഠിക്കണം എന്നുള്ള ഉദ്ദേശവുമായിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ പഠിച്ചത് ഇപ്പോഴും പരിപൂർണമാണ് എന്ന് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് ആ പണ്ഡിതൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇനി നീ മറ്റാരെയും അന്വേഷിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നീ അന്വേഷിക്കേണ്ടത് ആ പ്രവാചകനെയാണ് എന്നാണ് ആ ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള വേദങ്ങളിൽ നിന്ന് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു മുൻകഴിഞ്ഞ ഏത് വേദമാകട്ടെ, സബൂർ ആകട്ടെ, നേരത്തെ പറഞ്ഞ സങ്കീർത്തനങ്ങളാകട്ടെ, അതല്ല തൗറാത്ത് ആകട്ടെ, അതല്ല നേരത്തെ നമ്മൾ ബൈബിൾ ആകട്ടെ, ഇഞ്ചീലാകട്ടെ, എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന വേദങ്ങളിലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹം പറയുന്നത്, ആ പണ്ഡിതൻ സൽമാൻ ഫാരിസി റളിയല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്. ആ ഹദീസിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും, ഇന്നഹു ഖദ് അളല്ല സമാനൻ നബി. ആ ഹദീസിലുള്ള വചനങ്ങളാണ്. ഒരു പ്രവാചകൻ, ഒരു നബി വരാനുള്ള കാലം അടുത്തിരിക്കുന്നു. എങ്ങനത്തെ നബിയാണ്? ഇബ്രാഹിം നബിയുടെ ദീനുമായിട്ട് അദ്ദേഹത്തെ അയക്കപ്പെടും. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്മൾ കണക്കാക്കുന്ന ഒരു മുക്കവലയായിട്ടാണ്. അതായത് മുക്കവല എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെയും ക്രിസ്തു മതത്തിന്റെയും ജൂതമതത്തിന്റെയും പരിപൂർണ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മതത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്. ആ പണ്ഡിതൻ സൽമാൻ ഫാരിസി റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി എവിടുന്ന് വരും? കൃത്യമായിട്ട് പറയുന്നുണ്ട്, അറബ്. അദ്ദേഹം വരുന്നത് അറബികളുടെ നാട്ടിൽ നിന്നായിരിക്കും എന്നാണ്. അദ്ദേഹം വരുന്നത് അറബികളുടെ നാട്ടിലായിരിക്കും. രണ്ട് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ടുണ്ടായുള്ള രണ്ട് മലകൾക്കിടയിലുള്ള നാട്ടിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെടുക. മദീനയാണ് സൂചിപ്പിക്കുന്നത്. മദീനയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് മലകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവിടെ ഈന്തപ്പനകൾ ഉണ്ടായിരിക്കും. അവിടെ എന്തുണ്ടായിരിക്കും? ഈന്തപ്പനകൾ ഉണ്ടായിരിക്കും. നോക്കൂ നിങ്ങൾ, ഒരു അദ്ദേഹം വരുന്ന നാടിനെ കുറിച്ച് വ്യക്തമായിട്ട് ഈ പണ്ഡിതൻ അറിയാം. ആ പണ്ഡിതൻ അതേ രീതിയിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു എന്ത് ചെയ്യാണ്,
പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ചരിത്രത്തിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ മക്കയിൽ എവിടെയെങ്കിലും നമ്മൾ ജൂതന്മാരെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? മക്കയിൽ ഒരു ജൂതം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ മദീനയിലേക്ക് പോകുമ്പോൾ 2 പ്രശസ്തമായ ജൂതഗോത്രങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അവരെ ജൂതന്മാർ അവിടെ എത്തപ്പെട്ടത്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കപ്പെടും. കാരണം ജൂതന്മാര് വിചാരിച്ചു അവസാന പ്രവാചകൻ ഹാത്തിമുൻ നബി എന്ന് പറയുന്നത് ഇനി പുറപ്പെടാൻ പോകുന്നത് ജൂതന്മാരിൽ നിന്നായിരിക്കുമെന്നാണ്. കാരണം പ്രവാചകന്മാരുടെ പരമ്പര അങ്ങനെയാണല്ലോ. ഇസ്രായേൽ പരമ്പരയിൽപ്പെട്ട ആളുകളാണല്ലോ പ്രവാചകന്മാരായിട്ട് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അവസാനത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നായിരിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ബോധം ആർക്കും ഉണ്ടായില്ല, ജൂതന്മാർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഇത് അറിയാമായിരുന്നു. അറബികളുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെടുക, 2 മലകൾക്കിടയിലുള്ള നാട്ടിൽ നിന്നാണ് അവർ പുറപ്പെടുക, അദ്ദേഹം ഉണ്ടാവുക. ഈന്തപ്പനകളുടെ നാട്ടിൽ നിന്നാണ് ആ പ്രവാചകൻ വരിക എന്ന് മനസ്സിലാക്കിയുള്ള ജൂതന്മാര് സ്വമേധയാ മദീനയിലേക്ക് അവരുടെ ഇടയിൽ നിന്നൊരു പ്രവാചകൻ വരുമെന്ന ഉദ്ദേശത്തിൽ അവർ മദീനയിൽ നിന്ന് താമസിച്ച ആളുകളാണ്. അതല്ലാതെ ഈ മരുഭൂമി പ്രദേശത്തേക്ക് കുടിയേറി പാർക്കേണ്ട എന്ത് ബുദ്ധിമുട്ടാണെന്ന് ജൂതന്മാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു വേള ക്രിസ്തുമതത്തെക്കാൾ പ്രബലമായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ ജൂതന്മാര്. അപ്പോൾ ഈ ഒരു ഉദ്ദേശം കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ജൂതന്മാർ എവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. ഈ പറയുന്ന അറേബ്യയിലെത്തി മദീനയിൽ അവരെ കുടിൽ കെട്ടി അവിടെ തന്നെ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവര് ജീവിക്കാൻ തുടങ്ങിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുകയും ചെയ്തു എന്ന ഹദീസിന്റെ വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. അദ്ദേഹത്തിന്റെ ചില വ്യക്തമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹദിയ ഭക്ഷിക്കും. അദ്ദേഹം സമ്മാനമൊക്കെ കൊടുത്താൽ എന്ത് ചെയ്യും? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കും. എന്നാൽ സ്വതക്ക അദ്ദേഹം എന്ത് ചെയ്യുകയില്ല, സ്വീകരിക്കുകയേ ചെയ്യുകയില്ല. അദ്ദേഹത്തിന്റെ 2 ചുമലുകൾക്കിടയിൽ ഒരു പ്രവാചകത്വത്തിന്റെ മുദ്രയും ഉണ്ടായിരിക്കുമെന്നാണ്. ഈ മുദ്ര എന്ന് പറയുന്നത് അല്ലാഹു അലം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ചുമലുകൾക്കിടയിൽ ഒരു പ്രാവിന്റെ എന്താ പറയാ തൂവലിന്റെ ഒക്കെ രൂപത്തിലുള്ള ഒരു രോമകൂപം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക തരത്തിൽ ഒരു പ്രാവിന്റെ മുട്ടയുടെ അത്ര വലിപ്പത്തിലുള്ള അതേ പ്രാവിന്റെ തന്നെ ഏകദേശം ഒരു നീല കളറൊക്കെയുള്ള ഒരു രോമം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലുണ്ടായിരുന്നു. അതാണ് ഖാത്തിമുൻ നുബുവ, പ്രവാചകത്വത്തിന്റെ അടയാളമായിട്ട് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത്. ഇതെല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്ന ഒന്നാണ് എന്നോ അതെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊടുത്തിട്ടുള്ള ഒരു അടയാളമായിരുന്നു എന്ന് അല്ലാഹു അലം. അത്ര നമുക്കിവിടെ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്രയും വ്യക്തമായിട്ട് ആ പണ്ഡിതൻ സൽമാൻ ഫാരിസി റളിയല്ലാഹു പ്രവാചകൻ എവിടെ നിന്ന് വരുമെന്നും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹത്തിനുള്ള അടയാളങ്ങൾ എന്താണ് എന്നും കൃത്യമായിട്ട് ആ പണ്ഡിതൻ സൽമാൻ ഫാരിസി റളിയല്ലാഹു വിവരിച്ചു കൊടുക്കണം. പിന്നീട് ആ പണ്ഡിതൻ മരണപ്പെട്ടു. പിന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അന്വേഷിക്കുന്നത് ഓരോ യാത്ര സംഘത്തിന്റെയും പിന്നാലെ അദ്ദേഹം പോയി നോക്കും. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ച് അവസാനം അദ്ദേഹം ഒരു യാത്രാ സംഘത്തെ കണ്ടുമുട്ടി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈന്തപ്പനയുടെ നാട്ടിൽ നിന്നാണ്, അറേബ്യയിൽ നിന്ന് വരുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ. അവർ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും അവർ ഓഫർ ചെയ്തു. ആ സമ്പത്ത് മുഴുവൻ നൽകിയിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹുവിനെ കൂട്ടി ആ യാത്രാ സംഘം മദീനയിലേക്ക് ഇങ്ങനെ പുറപ്പെടും. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് എന്താണെന്നറിയോ? സൽമാൻ ഫാരിസി റളിയല്ലാഹു അവർ പിടിച്ചു കെട്ടിയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റു. അദ്ദേഹത്തെ മേടിക്കുന്നത് ഒരു ജൂതനായിരുന്നു. ആ ജൂതൻ ഒരു മദീനക്കാരനായിരുന്നു. പിന്നീട് സൽമാൻ ഫാരിസി റളിയല്ലാഹു മദീനയിലേക്ക് വരുന്നത് അടിമയായിട്ടാണ്. ഈ ജൂതന്റെ അടിമയായിട്ട് മദീനയിലേക്ക് കടന്നിങ്ങനെ വരുമ്പോ അദ്ദേഹം ഇങ്ങനെ ഈ ഹദീസിൽ പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു പോയി എന്നാ. ഒരു അടിമ കരയാം, സന്തോഷം കൊണ്ട് കരയാം. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം ഇങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ അടുത്ത് വരുമ്പോ അറേബ്യയിലുള്ള മണലാരണ്യങ്ങൾ ഇങ്ങനെ കാണുകയാണ്, ഈ മലകൾ ഇങ്ങനെ കാണുകയാണ്, ഈന്തപ്പന ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ എത്തപ്പെട്ടുള്ള ഈ നാട് എന്ന് പറയുന്നത് ഇത് മദീന തന്നെയാണ്, ഈ ഒരു സ്ഥലത്തേക്കാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ആ അടിമയായിരിക്കുന്ന വേളയിലും സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹം മദീനയിലേക്ക് വരാം. പിന്നീട് ദീർഘമായിട്ടുള്ള കാലം ഈ പറയുന്ന ജൂതന്റെ അടിമയായിട്ട് അദ്ദേഹം ജീവിക്കണം.
ഈ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ട്, മദീനയിലേക്ക് ഹിജ്റ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോ ഇദ്ദേഹം ഒരു ഈന്തപ്പനയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഈന്തപ്പനയുടെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ജൂതനും ആ ജൂതന്റെ ഒരു സഹായിയും അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനും പരസ്പരം സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു. മുകളിൽ നിന്ന് പങ്കെടുക്കുന്നത് ഒരു പ്രവാചകൻ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരാള് മദീനയിൽ എത്തിയിട്ടുണ്ടത്രേ, മദീനയിലേക്ക് എത്തിയിട്ടുണ്ടത്രേ എന്ന് നിങ്ങൾ കേൾക്കുമ്പോ പിടുത്തം വിട്ടിട്ട് ആ മനുഷ്യൻ നേരെ താഴത്തേക്ക് ഇങ്ങോട്ട് വന്നതാ, ഊറികൾ വന്നു താഴത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? മറുപടി ഒരു അടിയായിരുന്നു. കാരണം ഒരു യജമാനൻ ചോദ്യം ചെയ്യാനുള്ള എന്ത് അവകാശമുണ്ട് അടിമക്ക്? അദ്ദേഹത്തെ അടിച്ചു. എന്ത് അവകാശമുണ്ട് എന്ന് ചോദിച്ചു. എങ്കിലും അദ്ദേഹം രാത്രിയിലെ പ്രവാചകനെ അന്വേഷിച്ചിറങ്ങി. മദീനയിലെത്തിയ പ്രവാചകനെ അദ്ദേഹം കണ്ടു, ദൂരെ നിന്ന് കണ്ടു. പിറ്റേ ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പുതിയ സമ്മാനവുമായി കൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പോവാണ്. എന്തിനാണെന്നറിയോ? ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പാക്കേണ്ടതുണ്ടായിരുന്നു. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സമ്മാനവുമായിട്ട് പോകുന്നത്. അങ്ങനെ സമ്മാനവുമായി പോയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകരെ, ഇത് താങ്കൾക്കുള്ള ഹദിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. മുന്തിരിയായിരുന്നു കൊണ്ടുപോയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുന്തിരി മുഴുവനായിട്ട് കഴിച്ചു എന്ന, കാരണം ഹദിയായിട്ട് കൊടുത്ത സാധനമായിരുന്നു. അദ്ദേഹത്തിന് ഒരു സംശയം മാറി കിട്ടി. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം വീണ്ടും പോയി ഇതേ മുന്തിരിയുമായിട്ട് പോയി. ഇത് താങ്കൾക്കുള്ള സ്വതക്കയാണെന്ന് പറഞ്ഞു കൊടുത്തതാണ്. സ്വതക്കയാണ് എന്ന് കേട്ടപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരു കഷ്ണം പോലും ഭക്ഷിക്കാതെ അത് തന്റെ സ്വഹാബത്തിന് വേണ്ടി ദാനം ചെയ്തു. രണ്ടാമത്തെ പരീക്ഷണത്തിലും അദ്ദേഹം വിജയിച്ചു. ഇനി മൂന്നാമത്തെ ഒന്നും കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ചുമലിലുള്ള പ്രവാചകത്വ മുദ്ര കാണണം. എപ്പോഴും പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നതിന്റെ പിറകിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കാണണം, പുറത്തുള്ള ആ പറയുന്ന പ്രവാചകത്വത്തിന്റെ ഹാത്തിമുൻ നുബുവത്ത് കാണണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ ഇങ്ങനെ നടക്കും. ഇത് മനസ്സിലാക്കിയ പ്രവാചകൻ തന്റെ മേൽമുണ്ട് ഇങ്ങനെ മാറ്റി കൊടുത്തു. ആ മേൽമുണ്ട് ഇങ്ങനെ മാറ്റി കൊടുത്തപ്പോ ഇദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്ത ആ അടയാളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലിൽ അദ്ദേഹം ഇങ്ങനെ കണ്ടു. അദ്ദേഹം അത് പ്രവാചകനെ കെട്ടിപ്പിടിച്ചു. ദീർഘമായിട്ട് പ്രവാചകൻ അന്വേഷിച്ച് നടന്നതിന്റെ ഉത്തരം അദ്ദേഹത്തിന് കിട്ടി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം എത്രയായിരുന്നു അറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഏകദേശ പ്രായം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഏകദേശം 50 മുതൽ 55 വയസ്സ് പ്രായത്തിനിടയിൽ അദ്ദേഹത്തിന് പ്രായം ഉണ്ടാകും. വീട്ടിൽ ഇറങ്ങി പുറപ്പെട്ടത് 20ാമത്തെ വയസ്സിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടുന്നത് 55ാമത്തെയോ 50ാമത്തെയോ വയസ്സിലാണ്. നമുക്കൊരു 30 പിടിക്കാം. നീണ്ട 30 വർഷം അദ്ദേഹം പ്രവാചകനെ അലഞ്ഞു നടന്നു. അവസാനം ആ സ്വന്തം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി. ചരിത്ര പ്രവാചകനെ വിശദീകരിച്ചു കൊടുത്തു. അടിമയാണെന്ന് പറഞ്ഞു. എപ്പോഴൊക്കെ അദ്ദേഹം അടിമയാണെന്നറിയോ? ബദറിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കൂല, അടിമയാ അദ്ദേഹം. ഉഹദിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല, അടിമയാ അദ്ദേഹം, പങ്കെടുക്കാൻ കഴിയില്ല. എന്നാൽ പിന്നീട് വന്നൊരു യുദ്ധം ഉണ്ടായിരുന്നു, അഹ്സാബ് യുദ്ധം അല്ലെങ്കിൽ ഖന്തക് യുദ്ധം എന്ന ചരിത്രത്തിൽ അറിയപ്പെടും. ഈ ഖന്തക് യുദ്ധത്തിലാണ് പിന്നീട് ഈ സ്വഹാബി ഒന്ന് പങ്കെടുക്കുന്നത്. അതിന് ഖന്തക് എന്ന് പറയാനുള്ള കാരണം തന്നെ ഒരു കിടങ്ങ് കുഴിച്ചിട്ടാണ് അവര് ശത്രുക്കളെ പ്രതിരോധിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ഖന്തക് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. ഈ കിടങ്ങ് കുഴിച്ച് പ്രതിരോധിച്ചു. ഈ കിടങ്ങ് എന്ന് പറയുന്ന ആശയം ആരതാണെന്നറിയോ? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കൊരു കിടങ്ങ് കുഴിച്ച് പ്രതിരോധിക്കാം എന്ന് പറയുന്നത്. ആ യുദ്ധമുറ അന്ന് അറബികൾക്ക് പരിചയമില്ലാത്ത ഒന്നായിരുന്നു. അത് പേർഷ്യക്കാരുടെ യുദ്ധമുറയായിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് ശത്രുക്കളെ തുരത്തി ഓടിച്ചു. അങ്ങനെ ദ മാൻ ഓഫ് അഹ്സാബ്, അഹ്സാബിന്റെ വീരപുത്രൻ എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രം പിന്നീട് വരുന്നുണ്ട്. ഒരു തോട്ടത്തിന്റെ ഒക്കെ കഥ നമ്മൾ കേട്ടിട്ടായിരിക്കും. ആ തോട്ടം ഇന്നും മദീനയിലുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് ഈത്തപ്പന നട്ടുകൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച ഒരു ചരിത്രം പിന്നീട് വരുന്നതാണ്. നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാതലായ കുത്തുബയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് വരും അല്ലെങ്കിൽ അറേബ്യൻ നാട്ടിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് മുൻ കഴിഞ്ഞു പോയിട്ടുള്ള വേദങ്ങളിൽ വ്യക്തമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തി വെക്കുകയും ആ രേഖപ്പെടുത്തി വെച്ചത് പഠിച്ചുകൊണ്ട്, അപ്പൊ നിങ്ങൾ പ്രവാചകൻ ജനിച്ചതിനെ കുറിച്ചൊന്നും സൽമാൻ റളിയല്ലാഹു അറിയില്ല, പക്ഷെ ഒരു വരാനുണ്ട് എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് സൽമാൻ ഫാരിസി തന്റെ ജീവിതം മുഴുവനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അങ്ങനെ അവസാനം അദ്ദേഹത്തെ അവർ കണ്ടുമുട്ടുകയും ചെയ്തു. ഇനി ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലേക്ക് ഞാൻ പോവുകയാണ്. സൂറത്ത് ബഖറയിലെ 146-ാമത്തെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ മുന്നിലൂടെ ഓതി വെച്ചത്. അല്ലദീന ആതൈനാഹുൽ കിതാബ്, അല്ലദീന ആതൈനാഹുൽ കിതാബ്, വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ, വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹു, യഅരിഫൂനഹു, അവർ അദ്ദേഹത്തെ അറിയുന്നു. അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അറിയുന്നു. ആരറിയുന്നു? വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നു. കൂടി പറഞ്ഞാൽ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ജൂതന്മാരുമായിട്ടുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നു. ഏതുപോലെ അറിയുന്നു? കമാ യഅരിഫൂന അബ്നാഹു, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നു എന്നാണ്. അത് സ്വന്തം മക്കളെ തിരിച്ചറിയാൻ എത്രത്തോളം ഒരു മനുഷ്യന് സാധിക്കുമെന്നോ അതുപോലെ അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നോ, എങ്കിലും അവർ എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല എന്നുമാണ് ഒരായത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണോ അതിനെ ഒളിച്ചു വെക്കുകയാണ് എന്നാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ആശയം ഒരുപാട് ആയത്തുകൾ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള വേദങ്ങളിൽ വ്യക്തമായിട്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ച് അറിയിപ്പുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. നിങ്ങൾ അപ്പോ ഞാൻ ഇതിൽ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പലരും ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കുന്നില്ല എന്നതിന്റെ കാരണം അവർക്ക് ഈ പ്രവാചകനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം അവരെന്ത് ചെയ്യാണ്? മനഃപൂർവ്വം അവര് ഈ പറയുന്ന അടയാളങ്ങൾ മറച്ചു വെക്കുകയും എന്നിട്ട് ഈ പ്രവാചകനെ മനഃപൂർവ്വം തന്നെ അവർ സ്വീകരിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പഠിക്കൽ അത്യാവശ്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഥാർത്ഥ പ്രവാചകനല്ല എന്നും വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വേദഗ്രന്ഥമല്ല എന്നും ഒക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും ശക്തമായ രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സൽമാൻ ഖാന്റെ ചരിത്രം ഇത് സത്യമാണ്, പ്രവാചകൻ സത്യമാണ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചരിത്രങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാനും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സൂചിപ്പിച്ച ചരിത്രത്തിലെ രണ്ടാമതൊരു ഭാഗം കൂടിയുണ്ട്. ആ ഭാഗം വളരെ ചുരുങ്ങിയ ഭാഷയിലെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്ന് പറയുന്നത്, നിങ്ങൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ സത്യം മനസ്സിലാക്കാൻ എടുത്തൊരു സമയം എന്ന് പറയുന്നത് എത്രയായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് 20-ാമത്തെ വയസ്സിലാണ്. 55-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രവാചകനെ കണ്ടുമുട്ടുന്നത്. 30-35 വർഷം ദീർഘമായിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു പ്രവാചകനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അലഞ്ഞുകൊണ്ടേയിരിക്കണം. ഓരോ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിന്റെ ഒരു അറിവ് എത്രത്തോളം ഉണ്ടായിരിക്കും? സൽമാൻ ഫാരിസി റളിയല്ലാഹു വിളിച്ചിരുന്നത് അദ്ദേഹത്തെ ലുഖ്മാനുൽ ഹക്കീം എന്നായിരുന്നു. ലുഖ്മാനുൽ ഹക്കീമിന്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത്രമേൽ അറിവ് ലഭിച്ചിട്ടുള്ള ഒരു പണ്ഡിതനായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ അത്രമേൽ വേദത്തെക്കുറിച്ച് പഠിച്ചൊരു മനുഷ്യനാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. പ്രവാചകൻ തന്നെ പറയുന്നത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുക്ക് വിശുദ്ധ ഖുർആൻ എപ്രകാരം പറയുമോ അതേപോലെ തന്നെ അദ്ദേഹത്തിന് മുൻകഴിഞ്ഞു പോയുള്ള വേദങ്ങളെ കുറിച്ചും അത്രമേൽ ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പഠിക്കാനെടുത്ത സമയമാണ് ഈ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു മതവിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് 5-ാം ക്ലാസ്സിൽ മദ്രസയിൽ അവസാനിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ 7-ാം ക്ലാസ്സിൽ അവസാനിച്ചിട്ടുണ്ടായിരിക്കും, ഏറിപ്പോയൊരു 10-ാം ക്ലാസ് വരെ തീരും. അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.
പക്ഷെ ഈ ഒരു ചരിത്രത്തിനൊക്കെ ആവേശം ഉൾക്കൊണ്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരുന്നുകൊണ്ടേയിരിക്കും. നമുക്കിത് കയ്യിൽ നിന്ന് വെക്കാൻ സാധിക്കില്ല. ഈ പറയുന്ന മതത്തെക്കുറിച്ച് നമ്മൾ സുദീർഘമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നത് മാത്രമാണ് ഈ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അത്തരത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് ആ ഓരോ സംഗതികളും നിർമ്മിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ, മറ്റുള്ളവരുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ കാണും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആയത്തുകൾ, സമയത്തിന്റെ ദൗർബല്യം ഞാൻ ഓതുന്നില്ല, ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തുകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു ഒരിക്കൽ കൂടി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിവ് സമ്പാദിക്കാനും നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമായിരിക്കില്ല എന്ന്. അതുകൊണ്ട് അറിവ് സമ്പാദിക്കാനും അറിവുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, രോഗം കണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും രോഗങ്ങളിൽ നിന്ന് നീ അവരെ മോചിപ്പിക്കണമേ തമ്പുരാനെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. മുസ്ലിങ്ങളായി എന്നതിൻ്റെ ഒറ്റ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നാഥ. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.